ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആനിവേഴ്സറിൻ്റെയും ബർത്ത്ഡേയും അമ്പലത്തേക്ക് പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ പ്രിപ്പറേഷനും ബർത്ത്ഡേ ചെറുതായിട്ട് കുഞ്ഞു വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പടപടപടാന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്നും എടുക്കുന്നില്ല, കാരണം എൻ്റെ സ്റ്റിക്ക് പൊട്ടിപ്പോയി. അത് കാരണം വീഡിയോ ഫോൺ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നമ്മളപ്പോൾ അത് രാവിലെ തന്നെ പണി തുടങ്ങി. ആദ്യം ഞാൻ അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണം വേവിച്ചു. എന്നിട്ട് അതിൽ എല്ലാവർക്കും അറിയാമല്ലോ അവിയലും സാമ്പാറൊക്കെ വെക്കുക. ഞാനപ്പോൾ എന്തൊക്കെ വെച്ചു എന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അവിയലുണ്ടാക്കുക, കഷ്ണം വേവിച്ചു. എന്നിട്ട് അതിലോട്ട് അരപ്പ് ഇട്ടിട്ട് അവിയൽ റെഡി ആയിട്ട് അതുപോലെ സാമ്പാർ ഉണ്ടാക്കി. സാമ്പാർ വെക്കാൻ ഞാൻ ഒത്തിരി പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. വറുത്തരച്ച സാമ്പാറാണ്. സാമ്പാർ ഉണ്ടാക്കി. ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്, കാരണം ഞങ്ങൾ 4 ഏട്ടനനിയന്മാർ, ഞങ്ങൾ 4 ഫാമിലീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഫുഡാണ്. പിന്നെ മസാലക്കറി ഉണ്ടാക്കി. മസാലക്കറി വരെ ഞാൻ എടുത്തുള്ളൂ. പിന്നെ പായസത്തിനും അടുപ്പിൽ വെച്ചു, അത്രയും ഞാൻ വീഡിയോ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിലേക്കൊക്കെ പോകാനുള്ളത് കാരണം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് എടുത്തില്ല. പിന്നെ വേറെ അടുപ്പിൽ എല്ലാം അടുപ്പിലാണ് കയറ്റിയിട്ട്, കാരണം എൻ്റെ ഗ്യാസ് കഴിയാനായി. ഞാൻ ബുക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചത് ഞാനിതാ ക്യാബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അതുപോലെ ഇഡ്ഡലി ചട്നി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, ഇടത്തേമ്മ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചു, പിന്നെ വിട്ടു. ഇതൊക്കെ ഇഞ്ചിപ്പുളി അച്ചാറൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. സദ്യവട്ടം ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ. മസാലക്കറി, അവിയൽ, സാമ്പാർ, ഉപ്പേരി, ഇഞ്ചിപ്പുളി അച്ചാർ, പപ്പടം, അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തർ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് പിന്നെ പപ്പടം മറന്നു പോകും. പിന്നെ അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞതും കേക്ക് വന്നു. കേക്ക് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങളുടെ 12th വെഡ്ഡിങ് ആനിവേഴ്സറി, മോൻ്റെ 10ാം പിറന്നാളും. അപ്പോൾ നാളൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ കേക്ക് വന്നപ്പോൾ നമ്മളത് കേക്കൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കൂടി കേക്ക് സെറ്റ് ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ബർത്ത്ഡേ ടു യു. ആ ചെക്കനെ കൊടുക്കും, നമ്മൾ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കില്ല, മോനും കൊടുത്തു. എൻ്റെ വെഡ്ഡിങ് ഡേ ആയത് കാരണം എല്ലാവരും എനിക്കും തന്നു കേട്ടോ. ആദ്യമായിട്ടാണ് എനിക്ക് വെഡ്ഡിങ് ഡേക്കൊക്കെ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, കാരണം ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ 1 or 2 അതിന് ഞാൻ ഡെലിവറി ടൈമിലായത് എൻ്റെ വീട്ടിലായത് കാരണം അതങ്ങനെ ആഘോഷിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ചപ്പോൾ ഏട്ടന്മാരെല്ലാവരും എനിക്കും തന്നു. എൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഏതുവരെ ഞങ്ങൾക്കും തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ രണ്ടും കൂടി സിങ്കാവുകയില്ല. ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് എല്ലാവർക്കും വീഡിയോ മോനാണ് കൂടുതൽ 2 പേരും അടുത്ത് നിൽക്കുന്നതിന് എല്ലാവരും ഇവന് കൊടുക്കുമ്പോൾ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ്. ഞങ്ങൾ എല്ലാവരും കഴിച്ചു. ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. സാമ്പാർ, അവിയൽ, ഉപ്പേരി, ഇഞ്ചിപ്പുളി, മസാലക്കറി, പപ്പടം, പായസം, ഗോതമ്പ് പായസം, അത്രയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ഞങ്ങൾ 4 പേരാണ്. ഞങ്ങൾ 4 പേരും കൂടി ഫുഡ് കഴിച്ചു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ തരുന്നവരെ ടാറ്റാ.